പ്രഭാതഭേരി. നൂറുകണക്കിന് ആളുകൾ ദിവസവും ബലിതർപ്പണത്തിനെത്തുന്ന തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വിശ്വാസികളെ വലയ്ക്കുന്നു. പരേതരുടെ ആത്മാക്കൾക്ക് ശാന്തി തേടി ചടങ്ങുകൾ ചെയ്യാനെത്തുന്ന വിശ്വാസികൾ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾക്കരികിൽ പൈപ്പ് വെള്ളത്തിൽ ആചാരങ്ങൾ നടത്തിപ്പോകേണ്ട സ്ഥിതിയാണ്. കർക്കിടകവാവിന് 1,00,000-ലധികം ആളുകളെത്തുന്ന നാടിന്റെ നാനാഭാഗത്തുനിന്നും ദിവസേന നൂറുകണക്കിന് വിശ്വാസികളെത്തുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ അവഗണനയുടെ പാതാളത്തിൽ കിടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏക പരശുരാമസ്വാമി ക്ഷേത്രവും പിതൃതർപ്പണം കൊണ്ട് പ്രസിദ്ധവുമായ തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം വികസന മുരടിപ്പ് കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. മംഗളം ലേഖകൻ സനൽ മന്നം നഗർ. ദിനംപ്രതി ആയിരക്കണക്കിന് വിശ്വാസികളും കർക്കിടകവാവ് ദിനത്തിൽ 1,00,000-ഓളം പേരും മകരവാവ് ദിനത്തിൽ 10,000-ങ്ങളുമാണ് ബലിതർപ്പണം നടത്തി സായുജ്യം നേടാനായി ഇവിടെ എത്തുന്നത്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പുണ്യ സങ്കേതമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം എന്നും ഇവിടുത്തെ ഫയലിൽ വിശ്രമിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് തിരുവല്ലം ക്ഷേത്രത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു സ്ഥിരം പല്ലവിയുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ അനാവശ്യ ഇടപെടലുകളാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത് എന്ന ഒരു പല്ലവി. പക്ഷേ അതിനൊരു നിയമവും ഒന്നുമില്ലേ. ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന ഈ പുണ്യ സങ്കേതത്തിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യവും ഒരുക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ. പരശുരാമസ്വാമി ബലിതർപ്പണം നടത്തി എന്ന് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്ന തിരുവല്ലത്തെ തീർത്ഥക്കടവ് ബലിമണ്ഡപത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണിട്ട് വർഷങ്ങളായി. ഇതിനെ ഒന്ന് പുനഃസ്ഥാപിക്കാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ 2-3 വർഷങ്ങൾക്ക് മുന്നേ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയ 1 ഏക്കർ 60 സെന്റ് സ്ഥലത്ത് പാർക്കിങ്ങും മറ്റ് ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ഒരു പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ച് മടുത്തു. ആത്മീയ പ്രാധാന്യവും കനത്ത തിരക്കുമുണ്ടായിരുന്നിട്ടും ക്ഷേത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന് തുല്യമാണ്. പാർക്കിങ്ങിനോ താമസത്തിനോ ബലിതർപ്പണം നടത്തുന്ന സ്ഥലത്തിന് സമീപത്തോ മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ വാവു പോലെ തിരക്കേറിയ ദിവസങ്ങളിൽ വിശ്വാസികൾ വലയുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ ദിവസവും വരുന്ന ഈ ക്ഷേത്രം നടയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയാണ്. തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്ര വികസന സമിതി സെക്രട്ടറി തിരുവല്ലം ഉദയൻ. ഇതിന് പരിഹാരം കാണുവാൻ വേണ്ടിയാണ് വികസന സമിതി മുൻകൈ എടുത്തുകൊണ്ട് 2015 സർക്കാർ വന്നപ്പോൾ 1 ഏക്കർ 65 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്ന ഫയലിലാണ് ആദ്യമായി ഒപ്പുവെച്ചത്. പരശുരാമസ്വാമി ക്ഷേത്രം ഏറ്റെടുത്ത 1 ഏക്കർ 65 സെന്റ് സ്ഥലമാണ് 6ന്റെ മറുകരയിൽ നിൽക്കുന്ന വസ്തുവാണ്. എന്നാൽ പുരാവസ്തുവിന്റെ അമിത ഇടപെടലിന്റെ ഭാഗമായി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സ്ഥലം ഏറ്റെടുത്തപ്പോൾ തന്നെ നിരവധി പ്രോജക്റ്റുകൾക്ക് രൂപം നൽകാൻ സാധിക്കുമെന്നുള്ള അവസ്ഥ നിലനിൽക്കെ തന്നെ പുരാവസ്തുവിന്റെ തടസ്സവാദങ്ങളും കോടതിയിൽ നിന്നുള്ള സ്റ്റേയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പ്രോജക്റ്റുകൾ ദേവസ്വം ബോർഡ് ചെയ്തപ്പോഴൊക്കെ കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഇന്നതെല്ലാം കടലാസിലൊതുങ്ങിയിരിക്കുക. വരുമാനം മാത്രം മതി ഈ ക്ഷേത്രത്തിനോട് എന്നും പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ് ഇപ്പൊ കൈക്കൊള്ളുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റും. ഇതിനൊരു അവസാനം വരും. എത്ര നാള് ഇനി കാത്തിരിക്കണമെന്നറിയില്ല. എന്നാലും എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളും നാട്ടുകാരും ഇവിടെ വരുന്ന ഭക്തജനങ്ങളും. ശുചിത്വവും വെള്ളത്തിന് വേണ്ട സൗകര്യങ്ങളുമാണ് പ്രധാന ആശങ്ക. സന്ദർശകരുടെ എണ്ണത്തിനനുസരിച്ചുണ്ടാക്കുന്ന താൽക്കാലിക ക്രമീകരണങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നു. ഇത് നീണ്ട ക്യൂവുകളിലും വൃത്തിഹീനമായ ചുറ്റുപാടുകളിലുമാണ് അവസാനിക്കുന്നത്. കുടുംബങ്ങൾ വലിയ ഗ്രൂപ്പുകളായി നദീതീരത്ത് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഈ അപര്യാപ്തതകൾ അക്ഷരാർത്ഥത്തിൽ ശിക്ഷയാകാറുണ്ട് എന്ന് വിശ്വാസികൾ പരാതിപ്പെടുന്നു. ഈ ക്ഷേത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥക്കടവൊക്കെ നിങ്ങളൊക്കെ വന്നൊന്ന് കാണണം. പൊതുപ്രവർത്തകയും ക്ഷേത്ര പരിസര നിവാസിയുമായ സിമി ശിവകുമാർ. അവിടെ തീർത്ഥക്കടവിന്റെ അടുത്താണ് ബലിമണ്ഡപം. ആ ബലിമണ്ഡപത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് വളരെ മോശം അവസ്ഥയിലാണ്. തീർത്ഥക്കടവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാലിന്യം കൊണ്ട് അസ്ഥി ഒഴുക്കുന്നതും ഒക്കെ അവിടെ അല്ലേ. അപ്പൊ അതിന്റെ എല്ലാ മാലിന്യങ്ങളും അവിടെ അടിഞ്ഞു കൂടി 6 വളരെ ദയനീയ അവസ്ഥയിലാണ്.
പിന്നെ ഇവിടെ ആകപ്പാടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർക്കിടക വാവ് വരുമല്ലോ. കർക്കിടക വാവ് വരുന്ന സമയത്ത് ഇവര് ഒരു അവലോകന ചർച്ച നടത്തും. ചർച്ച കൂടുന്നതല്ലാതെ ഒരുവിധ പ്രവർത്തനവും അവിടെ നടക്കൂല. വെറുതെ ഒരു ചർച്ച, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച ഉണ്ടാക്കും. എന്തെങ്കിലും പരാതികൾ നമ്മൾ സാധാരണക്കാരെന്നുള്ള നിലയിൽ ഉന്നയിക്കുമ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകുപ്പിന്റെ തലയിൽ വെച്ച് അങ്ങ് കെട്ടി ഇവരങ്ങ് തടിയൂരും. പുതിയ ഭരണസമിതി എങ്കിലും ഈ അവസ്ഥ നേരിൽ കണ്ട് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു മനസമാധാനം, ഇനിയെങ്കിലും ക്ഷേത്രത്തിന് ഒരു മേൽഗതി ഉണ്ടാകും എന്ന് ഉള്ളൊരു ആത്മവിശ്വാസമാണ്. ഉത്സവ സീസണുകളിൽ ഗതാഗത കുരുക്കും പാർക്കിംഗ് പ്രശ്നങ്ങളും വഷളാകുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന റോഡുകൾ തിരക്കേറിയതാകുമ്പോൾ കാൽനട യാത്ര സുരക്ഷിതമല്ലാതാകുന്നു. കർക്കിടകവാവ് സീസൺ അടുത്തിരിക്കെ ഈ വെല്ലുവിളികൾക്ക് അടിയന്തര ശ്രദ്ധ അത്യാവശ്യമാണ്. ഞാൻ ദിവസവും 2 നേരം ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തനാണ്. പരിസരവാസി ബാബു. കേരളത്തിനകത്തും പുറത്തുനിന്നും ബലിയിടാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുളിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളും വളരെ കുറവാണ്. രാവിലെ ബലിയിടുന്നതിന് രാത്രി തന്നെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാനോ കിടക്കാനോ ഒന്നും തന്നെ സൗകര്യമില്ല. പിന്നെ ആറിലെ വെള്ളം കുളിക്കാൻ പറ്റില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കുടിക്കാനും കുളിക്കാനും വീട്ടിലെ പാത്രങ്ങൾ കഴുകാനും ഈ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴോ കരമനയാറ് മാലിന്യ കൂമ്പാരമാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. ഇനിയെങ്കിലും എന്തെങ്കിലും പരിഹാരം കാണണം. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടണം എന്നാണ് നാട്ടുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. പൊതുപ്രവർത്തകൻ തിരുവല്ലം സുരേഷ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നിത്യേന ബലിതർപ്പണത്തിനെത്തുന്ന ഏക ക്ഷേത്രമാണ് പരശുരാമസ്വാമി ക്ഷേത്രം തിരുവല്ലം. ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം കുറവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുരാവസ്തു വകുപ്പിനെയും പുരാവസ്തു വകുപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പഴിചാരിക്കൊണ്ട് ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. അറ്റകുറ്റപ്പണികളിലെ പിഴവുകളും ഭരണപരമായ പോരായ്മകളും സംബന്ധിച്ച പരാതികൾ ആവർത്തിക്കുന്നതും ആശങ്കാജനകമാണ്. ആയിരക്കണക്കിന് പേർ അച്ചടക്കത്തോടെയും ഭക്തിയോടെയും പുണ്യകർമ്മങ്ങൾ നടത്താനെത്തുമ്പോൾ സഹായിക്കേണ്ട സംവിധാനങ്ങൾ പലപ്പോഴും താൽക്കാലിക പരിഹാരങ്ങൾ നൽകുന്നു എന്നത് നിർഭാഗ്യകരമത്രേ. 2026 പുതിയ എക്സ്കബിയം റൂൾസ് അനുസരിച്ചിട്ട് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആരാണോ അദ്ദേഹം അതിനാവശ്യമായ സംവിധാനം ഒരുക്കണമെന്നാണ് റൂൾസിൽ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അരുൺ രാജ്. ഈ വസ്തു അല്ലെങ്കിൽ ഈ ഒഴുക്കുന്ന സ്ഥലം കോർപ്പറേഷൻ പരിധിയിൽ വരുന്നതാണ് കോർപ്പറേഷനും ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡുമാണ് ചെയ്യേണ്ടത്. അതിൽ കോർപ്പറേഷന് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരം സംയുക്തമായിട്ടും ആ പ്രോജക്റ്റ് ഏറ്റെടുക്കാവുന്നതാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംവിധാനം പൊതുജനങ്ങൾക്ക് 10 വർഷത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് ബോർഡിൽ വെക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാർഡ് കൗൺസിലർ സ്ഥലം പരിശോധിച്ചിട്ട് ഈ സ്ഥലം കോർപ്പറേഷന്റെ പരിധിയിൽപ്പെട്ടതാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കാവുന്നതാണ്. അല്ലാത്ത വർഷം ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇതിന്റെ സ്ഥലം വരുന്നത്. ദേവസ്വം ബോർഡിന് സ്വന്തമായിട്ടോ അതല്ല ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരം കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനപ്രകാരമോ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. തിരുവല്ലം വാർഡ് കൗൺസിലർ പാച്ചല്ലൂർ ഗോപകുമാർ. തിരുവല്ലം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ തിരുവനന്തപുരം നഗരസഭയെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ നഗരസഭ ചെയ്യുന്നുണ്ട്, അധികാര പരിധിയിൽ നിന്നുകൊണ്ട്. നമുക്കിപ്പോൾ ഒരു പുതിയ MLA വന്നിട്ടുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഇവിടെ വന്ന് ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ അപാകത നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ്. തിരുവല്ലം വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഈ ക്ഷേത്രത്തെ ഭാരത സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്ര വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയ്ക്കും ബഹുമാനപ്പെട്ട MLAയ്ക്കും നിവേദനം നൽകുവാൻ തയ്യാറായി നിൽക്കുകയാണ്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പുരാവസ്തു വകുപ്പിനു മുകളിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞുമാറാതെ നൂറുകണക്കിന് ആളുകൾ നിരന്തരം ഒഴുകിയെത്തുന്ന ഈ ആത്മീയ കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വിശാലമായ ഒരു പദ്ധതി തയ്യാറാകേണ്ടതുണ്ട്.
സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിശ്വാസികൾ പരേതർക്ക് ചടങ്ങുകൾ ചെയ്യാനെത്തും. എന്നാൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ശാന്തി നൽകാൻ ചടങ്ങുകൾ ചെയ്യുന്ന ഒരു സ്ഥലം ജീവിച്ചിരിക്കുന്നവരുടെ അന്തസ്സ് നിഷേധിക്കുന്നത് എത്ര വിരോധാഭാസമാണ്. ഈ കർക്കിടക വാവിലെങ്കിലും ജനക്കൂട്ടം വീർപ്പുമുട്ടാതിരിക്കാൻ വിശാലമായ ആസൂത്രണം ഇപ്പോഴേ തുടങ്ങേണ്ടിയിരിക്കുന്നു.